ശ്രീ ലിജു, തുടരും മൂന്നാമതും പിണറായി സർക്കാർ എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷം നടക്കുമ്പോഴാണ് പ്രതിപക്ഷം ദുർഭരണം എന്ന് വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ശ്രീ വിഷ്ണു ചൂണ്ടിക്കാണിച്ച മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണം അടക്കമുള്ള വിഷയങ്ങൾ, പ്രളയത്തിൽ തകർന്നവർക്ക് ഇപ്പോഴും അതിന് ശരിയായ രീതിയിൽ പലതും കിട്ടാനുണ്ട് എന്നതടക്കമുള്ള ആശങ്കകൾ, ഇത്തരം വിഷയങ്ങളൊക്കെ പ്രചാരണത്തിനിടയിൽ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾക്ക് കൂടി ഉത്തരം പറയേണ്ടി വരില്ലേ LDFനെ സംബന്ധിച്ച്? മാത്രമല്ല, വലിയ ആത്മവിശ്വാസം പറയുമ്പോഴും വോട്ടർമാരുടെ മനസ്സിൽ എന്തെന്നുള്ള കണക്കിനവിടെ ശ്രീ അരടൻ ഷൗക്കത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് വയനാട് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥി ചിത്രം വന്നപ്പോൾ തന്നെ ദേശീയ ശ്രദ്ധ നേടിയ മണ്ഡലമാണ് നിലമ്പൂർ അടങ്ങുന്ന പ്രദേശങ്ങൾ. 5 പഞ്ചായത്തുകളിൽ UDFനുള്ള സ്വാധീനം, 65,000 വോട്ടിന്റെ കാര്യം, പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം പറയുകയുണ്ടായി. ആരോപണ പ്രത്യാരോപണങ്ങൾക്കും അപ്പുറം അവിടെ ഒരു വലത് കോട്ടയായി മാറി. 69-ന് ശേഷം, കുഞ്ഞാലിക്ക് ശേഷം CPMന് സ്വന്തം ചിഹ്നത്തിൽ സ്വരാജിലൂടെ അത്ഭുതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണോ ഏറ്റവും ഒടുവിൽ ഈ സ്ഥാനാർത്ഥിയിലടക്കം എത്തി നിൽക്കുന്നത്? നമുക്ക് ഇവിടെ പറഞ്ഞ 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതായിട്ടുണ്ട്. CPIMന് ആശങ്കയായിരുന്നു സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതിനെന്നുള്ളതാണ്. ഞങ്ങൾ ആദ്യമേ പറഞ്ഞത്, ഞങ്ങൾ 30-ന് മുമ്പായി, ഇപ്പോൾ ജൂൺ 2-ാം തീയതിയാണ് നാമനിർദ്ദേശക പത്രികയുടെ അവസാന ദിവസമായി വരുന്നത്. അതിനു മുമ്പായി 30-ന് മുമ്പ് ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കും, അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരുന്നു. അത് ആ നിലയിൽ തന്നെ പ്രഖ്യാപിച്ചു എന്നുള്ളത്. അവിടെ നമുക്ക് ആശങ്കയൊന്നും ഉണ്ടായിട്ടില്ല. ആശങ്ക കോൺഗ്രസിനാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് ഇതെങ്ങനെ വരുന്ന സ്ഥാനാർത്ഥിയെ എങ്ങനെ നേരിടണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വലിയ ആശങ്ക അവർക്കുണ്ട്. ഇപ്പോൾ കൂടുതൽ ആശങ്കയുണ്ടായി എന്നുള്ളതാണ് പൊതുവേ ഇവരുടെ അഭിപ്രായ പ്രകടനത്തിലൂടെ കാണാനും കഴിയുന്നുള്ളതെന്നുള്ളതാണ്. മറ്റൊന്ന്, അൻവറിൻ്റെ രാഷ്ട്രീയ ചോദ്യത്തിന് സ്വരാജിന് മറുപടിയില്ല എന്ന് ഇവർ പറയുകയാണ്. സ്വരാജ് എന്തിനാണ് ഈ അൻവറിൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ വേണ്ടി നിൽക്കുന്നത്? ഇപ്പോൾ അൻവറിനെ സംബന്ധിച്ചാണെങ്കിൽ അൻവർ രാവിലെ ഒന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് വേറൊന്ന് പറയും, ഉച്ചയ്ക്ക് ഒന്ന് പറഞ്ഞാൽ വൈകുന്നേരം വേറൊന്നാണ് പറയുന്നത്. അങ്ങനെ പല രീതിയിൽ അഭിപ്രായ പ്രകടനം നടത്തിപ്പോകുന്ന അൻവറിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടിയിരിക്കുന്നവരല്ല CPIMൻ്റെ നേതൃത്വം എന്നുള്ളത് ഈ അവസരത്തിൽ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നതാണ്. മറ്റൊന്ന്, വനമേഖലയിലെ മൃഗങ്ങളുടെ ആക്രമണവുമായി ബന്ധപ്പെട്ട് കേരള ഗവൺമെൻറ്റിന് ചെയ്യാൻ കഴിയുന്ന നിലയിലേക്ക് കേരള ഗവൺമെൻറ് എല്ലാവിധ ഇടപെടലും നടത്തി അത് തടയുന്നതിന് വേണ്ടിയുള്ള എല്ലാ കേരള സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള നിയന്ത്രണമൊക്കെ അത് നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ടാണ്. അവിടെ നിയമത്തിനുള്ളിൽ എത്രത്തോളം കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ളത് നമ്മൾ പല ഘട്ടങ്ങളിലായി ചർച്ച ചെയ്തതാണ്. ആ നിയമത്തെ മാറ്റി എഴുതണമെങ്കിൽ അത് കേന്ദ്ര ഗവൺമെൻറ് അതിനകത്ത് ഇടപെടണ്ടേ. ആ കേന്ദ്ര ഗവൺമെൻറ് അത്തരം നിയമങ്ങൾ മാറ്റി എഴുതാൻ കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ പോലെ വന്യജീവികളുടെ ആക്രമണത്തെ കൂടുതലായി ചെറുക്കുവാൻ വേണ്ടി കഴിയൂ. അതിന് കേന്ദ്ര ഗവൺമെൻറ്റാണ്, BJPയുടെ കേന്ദ്ര ഗവൺമെൻറ്റാണ് അതിന് മറുപടി പറയേണ്ടത്. അവിടെ കേരള ഗവൺമെൻറ്റിനെ അതിനെ പഴിചാരിയിട്ട് കാര്യമില്ല എന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനായിട്ടുള്ളത്. മറ്റൊന്ന്, VD സതീശൻ പറഞ്ഞത് രാഷ്ട്രീയ വിചാരണ നടക്കണം എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. രാഷ്ട്രീയമായി ഇതിനെ നേരിടാൻ കോൺഗ്രസ്സിന് കഴിയണം. വ്യക്തിപരമായ ആക്ഷേപങ്ങൾ ഉന്നയിക്കുവാനും അത്തരം മേഖലകളിൽ കടക്കുകയും അതുപോലെ തന്നെ വർഗീയമായി ചുറ്റുപാടുകൾ ചിത്രീകരിക്കുന്നതിനും വേണ്ടിയാണ് ഇപ്പോൾ നിലവിൽ കോൺഗ്രസിൻ്റെ സമീപനം ഉണ്ടാകുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഇടതുപക്ഷം ആദ്യമേ സൂചിപ്പിച്ചതാണ്, ഞങ്ങൾ രാഷ്ട്രീയപരമായി നേരിടാൻ തന്നെയാണ്, നമ്മുടെ വികസന നേട്ടങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അത്തരം കാര്യങ്ങളിലേക്ക് പോകാനാണ്. ചോദിച്ച ചോദ്യം ഒന്നുകൂടി ഒന്ന് വ്യക്തമാക്കാമോ? എന്തിനുള്ള വിധിയെഴുത്തായിരിക്കുമെന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ. അതേസമയം തുടർ ഭരണം ഇനിയും തുടരുമെന്നുള്ള ആത്മവിശ്വാസമാണ് LDF എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണത്തിനുള്ള വിലയിരുത്തലാകുമെന്ന് തന്നെയാണ് CPIയും വീണ്ടും വ്യക്തമാക്കുന്നത്. സ്വരാജ് ഏറ്റവും ഒടുവിൽ പറഞ്ഞത് അത് തന്നെയാണ്. പക്ഷേ ഇത്രയും അധികം വിഷയങ്ങൾ ഉള്ളപ്പോൾ എങ്ങനെയെന്നുള്ള ചോദ്യം ഒരു വശത്ത്, മറുവശത്ത് നേരത്തെ ശ്രീ അരടൻ ഷൗക്കത്ത് പറഞ്ഞ കണക്കുകൾ, പ്രിയങ്ക ഗാന്ധി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവിടെ നേടിയ വോട്ടുകളുടെ കാര്യം പറയുകയുണ്ടായി. 5 പഞ്ചായത്തുകളിൽ UDFനുള്ള സ്വാധീനം അടക്കമുള്ള കാര്യങ്ങൾ, ഇതൊക്കെ ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നുള്ളതാണ്. ഇവിടെ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പും കൂട്ടി യോജിപ്പിക്കാൻ കഴിയുന്ന ഒന്നല്ല. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. ഇന്ത്യൻ രാഷ്ട്രീയം ചർച്ച ചെയ്യും, അത്തരം കാര്യങ്ങൾ കൂടി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും ജനങ്ങൾ തിരിച്ചറിഞ്ഞായിരിക്കും വോട്ട് ചെയ്യുന്നത്. അവിടെ അത്തരം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പും നിയമസഭാ തിരഞ്ഞെടുപ്പിനെയും തമ്മിൽ രണ്ട് നിലയിൽ തന്നെയാണ് കാണേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കേരളത്തിനകത്ത് നടക്കുന്ന കേരള ഗവൺമെൻറ് നടപ്പിലാക്കിയിട്ടുള്ള വികസന നേട്ടങ്ങളായിരിക്കും ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ചർച്ച വളരെ ഗുണകരമായ ചർച്ചകൾ നടന്നു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിന് വലിയ മുൻതൂക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതിൽ പറയാനുള്ള കാര്യം, നമുക്ക് ഏത് മേഖല പരിശോധിച്ചാലും നമുക്കറിയാമല്ലോ. വികസനങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനെതിരായി പറയുന്ന, അല്ലെങ്കിൽ ഈ നിൽക്കുന്ന സ്വരാജ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ പോലും CPIമിന് എതിരായി പറയാൻ കഴിയുന്ന യാതൊരു എതിർ ശബ്ദങ്ങളും ഉണ്ടാകാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ്. മറ്റൊന്ന്, ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് അവരുടെ ജീവിത സാഹചര്യത്തിലുണ്ടായ മാറ്റങ്ങളാണ് ഇവിടെ ചർച്ചയാകാൻ വേണ്ടി പോകുന്നത്. അത് ഏത് കാര്യത്തിലാണ് എടുക്കാൻ വേണ്ടി കഴിയുന്നത്? എല്ലാ കാര്യമൊന്നും പരിശോധിക്കാമല്ലോ.
ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് ഭരിച്ചിരുന്ന സമയത്ത് നഷ്ടപ്പെട്ടിരുന്ന പല കാര്യങ്ങൾക്കും വലിയ ഉത്തരം കിട്ടിയില്ലേ? അത് പെൻഷൻ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം 18 മാസം കുടിശ്ശികയാക്കിയിട്ട് പോയവരായിരുന്നു കോൺഗ്രസിൻ്റെ ഗവൺമെൻറ്. എന്നാൽ ഇടതുപക്ഷം വന്നതിന് ശേഷം ആ കുടിശ്ശിക തീർത്തു കൊടുത്ത് ഇന്ന് 1600 വെച്ചാണ് കൊടുക്കുന്നത്. അവർ 35 ലക്ഷം പേർക്കാണ് കൊടുത്തിരുന്നതെങ്കിൽ 65 ലക്ഷം പേർക്ക് ഇന്ന് ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന ഗവൺമെൻറ്റിൻ്റെ പേര് ഇടതുപക്ഷ ഗവൺമെൻറ്റാണ്. ദേശീയപാതയുടെ വികസനം പരിശോധിക്കാം, മലയോര പാതയുടെ വികസനം പരിശോധിക്കാം, തീരദേശ ഹൈവേയുടെ വികസനം പരിശോധിക്കാം, വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ച് പരിശോധിക്കാം. അങ്ങനെ തുടങ്ങി ഗെയിൽ പൈപ്പ് ലൈൻ തുടങ്ങി K-ഫോൺ തുടങ്ങി അങ്ങനെ എല്ലാ മേഖലയിലും വികസനങ്ങളുടെ വലിയ നേട്ടം കൈവരിച്ചവരല്ലേ ഇടതുപക്ഷ ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കൊരാശങ്കയുമില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമെന്നുള്ളത് തന്നെയാണ് ഇവിടെ ഞങ്ങൾക്കിതിനെ സംബന്ധിച്ച് കാണാൻ വേണ്ടി കഴിയുന്നത്. മറ്റ് കാര്യങ്ങൾ ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് തന്നെ കേരളം ഒന്നാമത് എന്ന് പറയുന്ന നിലയിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ, നീതി ആയോഗിൻ്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാമതാണ്, പബ്ലിക് അഫയേഴ്സ് സൂചികയിൽ ഒന്നാമതാണ്, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ ശ്രേഷ്ഠ സൂചികയിൽ കേരളം ഒന്നാമതാണ്, നീതി ആയോഗിൻ്റെ സൂചിക പ്രകാരം ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സംസ്ഥാനത്തിൻ്റെ പേര് കേരളമാണ്, ഇന്ത്യ ടുഡേയുടെ 2021 ഹാപ്പിനെസ് ഇൻഡെക്സ് സർവേയിൽ കേരളം ഒന്നാമതാണ്, നീതി ആയോഗിൻ്റെ ആരോഗ്യ സൂചികയിൽ തുടർച്ചയായി 4 വർഷവും കേരളം ഒന്നാമതാണ്, നീതി ആയോഗിൻ്റെ തന്നെ സംസ്ഥാന ഊർജ്ജ കാലാവസ്ഥാ സൂചികയിൽ കേരളം രണ്ടാമത് നിൽക്കുകയാണ്. അങ്ങനെ തുടങ്ങി രാജ്യത്തെ ആദ്യ സൂപ്പർ ലാബ് തുടങ്ങിയത് കേരളത്തിലാണ്, രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല അത് കേരളത്തിലാണ്, രാജ്യത്തെ ആദ്യ ഗ്രാഫിൻ സെൻറ്റർ അത് കേരളത്തിലാണ്. തുടങ്ങി ഏത് മേഖല ഞാനിത് എല്ലാം എടുത്തു പറയാൻ വേണ്ടി കഴിയും. അടിസ്ഥാന വികസനങ്ങൾക്ക് ഏറ്റവും മുൻതൂക്കം കൊടുത്ത് വികസന പ്രവർത്തനങ്ങൾ നേട്ടം ഉണ്ടാക്കിയെടുത്തത് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോഴാണ്. അവിടെ കേരളത്തിൽ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിന് എന്താണ് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി കഴിയുന്നത്? സ്കൂളുകൾ പൂട്ടിപ്പോകാൻ പോയതോ, ഈ പറഞ്ഞ കുടിശ്ശിക വെച്ചതോ, ഈ പറഞ്ഞതുപോലെ KSRTC പൂട്ടണമെന്ന് തീരുമാനിച്ചതോ? അപ്പോൾ ഇവിടെ നമുക്കറിയാം കുട്ടികൾ പാഠപുസ്തകം എടുത്ത് തുറന്നു വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു അവസ്ഥ? ലോഡ് ഷെഡിംഗ് ആണ്, കറണ്ട് പോവും, കറണ്ട് കട്ടാവും. ഇവിടെ ലോഡ് ഷെഡിംഗ് ഉണ്ടോ? ഇവിടെ കറണ്ട് എപ്പോഴെങ്കിലും കട്ടാവുമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ കേരളത്തിനകത്ത് ഏകദേശം 9 വർഷം മുമ്പ് നടന്നിരുന്ന കാര്യങ്ങൾ മാറ്റിയെഴുതി വലിയൊരു നവകേരള സൃഷ്ടി ഉണ്ടാക്കിയത് കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ സഖാവ് പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയുള്ള ഭരണത്തിൻ്റെ ഭാഗമായിട്ടാണ്. അത് ഈ കേരളം ചർച്ച ചെയ്യും. അത് ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ഈ കേരളത്തിലെ ഈ നടക്കാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ എം സ്വരാജ് വലിയ ഭൂരിപക്ഷത്തോട് വിജയിക്കാൻ കഴിയുന്ന നല്ല നിലയുണ്ട് എന്നുള്ള നല്ല ആത്മവിശ്വാസം ഇവിടെ കേരളത്തിനകത്ത് ഇടതുപക്ഷത്തിനുണ്ട്. ഈ വരുന്ന ജൂൺ 1-ാം തീയതി നിലമ്പൂർ മണ്ഡലത്തിൻ്റെ കൺവെൻഷൻ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ്. ആ ഉദ്ഘാടനത്തോടു കൂടി ഞങ്ങളുടെ എല്ലാ സംഘടനാ സംവിധാനങ്ങളും ചലിക്കാൻ വേണ്ടി പോവുകയാണ്. അവിടെ നടക്കാൻ വേണ്ടി പോകുന്ന 19-ലെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ്.